നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി 48 മണിക്കൂർ ഹോർമുസ് തുറന്നില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം. ഇറാന് അന്ത്യശാസനവുമായി ട്രംപ്. വയനാട്ടിൽ വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല. സണ്ണി ജോസഫ്. 30 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ. വ്യവസായ വകുപ്പ് ചരിത്ര നേട്ടത്തിൽ. ബൂത്തിനകത്തും പുറത്തും ക്യാമറ കണ്ണുകൾ. തത്സമയ നിരീക്ഷണത്തിന് ജില്ലാ മണ്ഡല തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ. മുണ്ടക്കൈ ചൂരൽമല വീട് നിർമ്മാണം പിരിച്ചതിനും ചെലവഴിച്ചതിനും കണക്കില്ല. സ്ഥലം വാങ്ങാൻ പണം തികഞ്ഞില്ലെന്ന വാദവുമായി KC വേണുഗോപാൽ. സോഷ്യൽ മീഡിയ വൈറൽ താരം ഗുണ്ട ബിനു ശരത് ഉണ്ണിത്താൻ അന്തരിച്ചു. പിണറായിയും സ്റ്റാലിനും പ്രതീക്ഷ. കേന്ദ്രത്തിലെ വർഗീയ സർക്കാരിനെതിരെ പൊരുതാൻ ഒരു സർക്കാർ വേണം. പ്രകാശ് രാജ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ വൻ സൈനിക നീക്കം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. നേരത്തെ നൽകിയിരുന്ന 10 ദിവസത്തെ കാലാവധി ഏപ്രിൽ 6 അവസാനിക്കാനിരിക്കെ ട്രംപിന്റെ അന്ത്യശാസനം. അതേസമയം മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ തങ്ങൾ വിസമ്മതിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. എന്നാൽ ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കും കൃത്യമായ പരിഹാരത്തിലേക്കും നയിക്കുന്നതാകണമെന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി. പാകിസ്ഥാനും ചൈനയും ഇറാനെ ചർച്ചകൾക്കായി പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി തങ്ങളുടെ സന്നദ്ധത അറിയിച്ചിട്ടില്ല. 30 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ. വ്യവസായ വകുപ്പ് ചരിത്ര നേട്ടത്തിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വൻ കുതിപ്പ്. ബിസിനസ് പ്ലാനുകളും കൃത്യമായ ധാരണാപത്രങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കിയതിലൂടെ 2025-26 സാമ്പത്തിക വർഷത്തിൽ 525 കോടി രൂപയുടെ റെക്കോർഡ് വിറ്റുവരവ് മാത്രം 100 കോടിയോളം രൂപയുടെ പ്രവർത്തന ലാഭമാണ് കൈവരിച്ചത്. അഭിമാനകരമായ നേട്ടം കൂടിയാണിത്. യൂണിറ്റ് ഗവൺമെന്റ് പൊതുമേഖലയെ തകർക്കുന്ന കാലത്ത് അവയെ സംരക്ഷിക്കുകയും ലാഭത്തിലാക്കുകയും ചെയ്യുക എന്ന ഇടതുപക്ഷ ബദൽ നയത്തിന്റെ വിജയം കൂടിയാണ്. ഇതോടൊപ്പം 30 പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രവർത്തന ലാഭത്തിലായത് ഏറ്റവും തിളക്കമാർന്ന നേട്ടമായി. കുറച്ചുകാലം മുമ്പ് നഷ്ടത്തിലായി അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്നിരുന്ന നിരവധി സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് പാതിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾക്ക് സാധ്യമായി എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ നേട്ടങ്ങൾ. 35 സ്ഥാപനങ്ങൾ വിറ്റുവരവിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുകയും 12 സ്ഥാപനങ്ങൾ തങ്ങളുടെ നഷ്ടം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് മാർക്കറ്റിലെ സ്വകാര്യ സ്ഥാപനങ്ങളുമായി മത്സര രംഗത്തിറങ്ങിയുള്ള ഫലപ്രദമായ നയങ്ങളും പ്ലാനിങ്ങുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ജീവനക്കാരുടെ ക്ഷേമത്തിനും സർക്കാർ വലിയ മുൻഗണനയാണ് നൽകിയത്. ചരിത്രത്തിലാദ്യമായി ജീവനക്കാരുടെ PF ഗ്രാറ്റുവിറ്റി കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിന് 2025-26 ബഡ്ജറ്റിൽ 42 കോടി രൂപ വകയിരുത്തിയ തുക ലഭ്യമാക്കി വരുന്നു. കൂടാതെ കെൽട്രോൺ ഉപയോഗം ഉൾപ്പെടെയുള്ള നമ്മുടെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണ സാധ്യതകൾ നിർണായക പങ്കുവഹിച്ചു എന്നതും ഈ കാലയളവിൽ കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട നേട്ടമാണ്. ഭാവിയിലേക്കായി വിഷൻ 2031 രൂപയുടെ വിറ്റുവരവ് ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായി റബ്ബർ അധിഷ്ഠിത വ്യവസായ ഹബിന്റെ നിർമ്മാണവും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈവിധ്യവൽക്കരണവും അതിവേഗം പുരോഗമിക്കുകയാണ്. വയനാട്ടിൽ വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല. സണ്ണി ജോസഫ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി വീട് വെച്ച് നൽകാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്.
വീട് നിർമ്മിക്കാൻ ഇനിയും പണം ആവശ്യമുണ്ടെന്നും ഇതിനായി പാർട്ടി ഫണ്ടിൽ നിന്നും പണം കണ്ടെത്താമെന്നും സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വീട് നിർമ്മിക്കാനായി പ്രതിപക്ഷ നേതാവിന്റെ KPCC പ്രസിഡന്റിന്റെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് 5.5 കോടി രൂപയാണ് എത്തിയത്. ഇതിനു പുറമെ യൂത്ത് കോൺഗ്രസ് പിരിച്ച 1,05 ലക്ഷം രൂപയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൈകളിലെത്തി. ഇതിൽ നിന്നും 9 ലക്ഷം രൂപ ആപ്പ് നിർമ്മിക്കാൻ നൽകി. 2 ഘട്ടമായി സ്ഥലം വാങ്ങിയതോടെ പണം തീർന്നു. KPCC ഫണ്ടിൽ നിന്നും 97 ലക്ഷം രൂപ കൂടി മുടക്കിയാണ് സ്ഥലം വാങ്ങിയത്. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾക്ക് ഇനിയും 73 ലക്ഷം കൂടി ആവശ്യമുണ്ട്. അത് KPCC AICC ഫണ്ടിൽ നിന്നും കണ്ടെത്തുമെന്നുമാണ് സണ്ണി ജോസഫ് പറയുന്നത്. അതേസമയം പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് 3 പ്ലോട്ടുകളായി സ്ഥലം വാങ്ങിയെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. ധനലക്ഷ്മി ബാങ്കിന്റെ തിരുവനന്തപുരം ശാഖയിലാണ് ഫണ്ട് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും ഭൂമി വാങ്ങാൻ പിരിച്ചതിനേക്കാൾ കൂടുതൽ തുക വേണ്ടി വന്നപ്പോൾ KPCC അക്കൗണ്ടിൽ നിന്നും പണമെടുത്തെന്നും വേണുഗോപാലും ആവർത്തിച്ചു. എന്നാൽ കൃത്യമായി എത്ര തുക പിരിച്ചെന്നോ ഭൂമി വാങ്ങാൻ എത്ര ചിലവഴിച്ചെന്നോ വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാനെന്ന പേരിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ ചൊല്ലി നേതാക്കൾക്കിടയിൽ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ. പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് 3 പ്ലോട്ടുകളായി സ്ഥലം വാങ്ങിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അവകാശപ്പെടുമ്പോഴും വീട് നിർമ്മാണം എന്ന വാഗ്ദാനം ഇപ്പോഴും എയറിലാണ്. മീഡിയ 1 ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഫണ്ട് സംബന്ധിച്ച വേണുഗോപാലിന്റെ വെളിപ്പെടുത്തൽ. ധനലക്ഷ്മി ബാങ്കിന്റെ തിരുവനന്തപുരം ശാഖയിലാണ് ഫണ്ട് നിക്ഷേപിച്ചിരുന്നതെന്നും ഭൂമി വാങ്ങാൻ പിരിച്ചതിനേക്കാൾ കൂടുതൽ തുക വേണ്ടി വന്നപ്പോൾ KPCC അക്കൗണ്ടിൽ നിന്നും പണമെടുത്തതെന്നാണ് വേണുഗോപാലിന്റെ വാദം. എന്നാൽ കൃത്യമായി എത്ര തുക പിരിച്ചെന്നോ ഭൂമി വാങ്ങാൻ എത്ര ചെലവായെന്നോ വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ഭൂമി വാങ്ങാനുള്ള പണം പോലും കോൺഗ്രസ് പോലുള്ള പാർട്ടി വിചാരിച്ചിട്ട് ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ചോദ്യം. സ്ഥലം വാങ്ങിയെന്ന് അവകാശപ്പെടുമ്പോഴും അവിടെ ആര് വീട് വയ്ക്കുമെന്നോ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നോ ഉള്ള ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടിയില്ല. പണം ഇനിയും പിരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് അണികൾ പോലും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതെന്ന് വ്യാപകമായ പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയത്. CMDRFിൽ പണം നൽകിയ ഒന്നും നടക്കില്ലെന്നും വീടുകൾ വെറും വാഗ്ദാനങ്ങളാണെന്നുമുള്ള കോൺഗ്രസിന്റെ കുപ്രചരണങ്ങൾ മുണ്ടക്കൈ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനത്തോടെ തകർന്നു വീണു. LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിൽ ഇന്ന് 178 കുടുംബങ്ങളാണ് സ്വന്തം വിലവരസത്തിൽ അഭിമാനത്തോടെ ജീവിക്കുന്നത്. ജനങ്ങളുടെ സഹനവും സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുമാണ് ദുരന്തഭൂമിയിൽ പുഞ്ചിരി തിരികെ എത്തിച്ചത്. CMDRFിലേക്ക് ശമ്പളം നൽകാനുള്ള രമേശ് ചെന്നിത്തലയുടെ തീരുമാനത്തെ പരസ്യമായി തള്ളിയ K സുധാകരൻ കോൺഗ്രസിന് സ്വന്തമായി ഫണ്ട് ശേഖരിക്കാൻ സംവിധാനമുണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. CMDRFിലേക്ക് പണം നൽകരുതെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവും വയനാടിന്റെ സ്വന്തം MP-യുമായ പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു. കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്നും KPCCയുടെ പ്രത്യേക ഫണ്ടിലേക്കാണ് പണം നൽകേണ്ടതെന്നും അന്നത്തെ KPCC പ്രസിഡന്റ് നിർദ്ദേശിച്ചു. ഇത്രയൊക്കെ പ്രചാരണം നടന്നിട്ടും സ്ഥലം വാങ്ങാനുള്ള പണം പോലും തികച്ച് പിരിച്ചു കിട്ടാത്ത കോൺഗ്രസ് എങ്ങനെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകും? ദുരിതബാധിതർക്കായി പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന ചോദ്യത്തിന് മാസങ്ങളായിട്ടും ഉത്തരമുണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ നൽകുമെന്ന് വീരവാദം മുഴക്കിയ രാഹുൽ മാങ്കോട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വാഗ്ദാനങ്ങൾ വെറും വാചക കസർത്തുകളായി മാറി. പിരിച്ചതിൽ 1.05 കോടി കയ്യിലുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി അന്ന് പറഞ്ഞത്. ഈ പണത്തെക്കുറിച്ച് വിവരമില്ല. ഈ തുക അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുവ MLA-യെ പീഡനക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഉപയോഗിച്ചതായി സംഘടനകളിൽ നിന്ന് തന്നെ പരാതി ഉയർന്നിരുന്നു. KPCC പ്രസിഡന്റിന്റെയും തന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പണമിട്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യം പറഞ്ഞത്. എന്നാൽ ഇതുവരെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ വിവരത്തിൽ ഈ അക്കൗണ്ട് ഉൾപ്പെട്ടിട്ടില്ല. ബൂത്തിനകത്തും പുറത്തും ക്യാമറ കണ്ണുകൾ, തത്സമയ നിരീക്ഷണത്തിന് ജില്ലാ മണ്ഡല തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളുടെയും അകത്തും പുറത്തും ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണ ജാഗ്രത. 100% വെബ്കാസ്റ്റിംഗും ബൂത്തിന് പുറത്ത് ക്യാമറ സ്ഥാപിക്കുകയും വഴി കുറ്റമറ്റതും സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഉറപ്പാക്കുന്നത്. ജില്ലയിലെ ബൂത്തുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ആകെ 2177 പോളിംഗ് സ്റ്റേഷനുകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ബൂത്തിന് പുറമെ സ്ഥാപിക്കുന്ന ക്യാമറ വഴി വോട്ടർമാരുടെ നീണ്ട വരി കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. വെബ്കാസ്റ്റിംഗ് തത്സമയം നിരീക്ഷിക്കാൻ 2 തലങ്ങളിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ കളക്ടറേറ്റിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തിക്കുമ്പോൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലും അതത് ഭരണാധികാരി മേൽനോട്ടം വഹിക്കുന്ന മറ്റൊരു കൺട്രോൾ റൂമും പ്രവർത്തിക്കും. വെബ്കാസ്റ്റിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജീവനക്കാർക്കായി പ്രത്യേക പരിശീലനം തയ്യാറായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വോട്ടെടുപ്പ് മൊത്തം പകർത്തിയ ദൃശ്യങ്ങൾ പിന്നീട് ഹാർഡ് ഡിസ്കിലാക്കി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കൈമാറും.
പിണറായിയും സ്റ്റാലിനും പ്രതീക്ഷ. കേന്ദ്രത്തിലെ വർഗീയ സർക്കാരിനെതിരെ പൊരുതാൻ ഒരു സർക്കാർ വേണം. പ്രകാശ് രാജ്. BJP ഭരണത്തിനെതിരെ ദക്ഷിണേന്ത്യൻ ഐക്യം അനിവാര്യമാണെന്ന് നടൻ പ്രകാശ് രാജ്. അടുത്ത വർഷങ്ങളിൽ സംസ്ഥാനം ഭരിക്കാൻ മാത്രമല്ല കേന്ദ്രത്തിലെ വർഗീയ സർക്കാരിനെതിരെ പൊരുതി നിൽക്കാനും ഒരു സർക്കാർ വേണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഫെഡറൽ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ പിണറായി വിജയനും തമിഴ്നാട്ടിലെ MK സ്റ്റാലിനും അടക്കമുള്ളവരാണ് ഈ പോരാട്ടത്തിലെ പ്രതീക്ഷകൾ. പിണറായി വിജയൻ ദക്ഷിണേന്ത്യക്കാകെ പ്രത്യാശയാണ്. താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെടുന്നില്ലെങ്കിലും രാജ്യത്തെ പൗരന്മാരുടെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നതെന്ന് പ്രകാശ് രാജ് വ്യക്തമാക്കി. അടുത്ത 5 വർഷം നിർണായകമാണ്. രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ ജനങ്ങൾ ചിന്താപൂർവമായ തീരുമാനങ്ങൾ എടുക്കണം. കേരളം ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രകാശ് രാജ് പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രത്തിനതീതമായി രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദരിക്കാനായി സ്വർഗയെ സംഘടിപ്പിച്ച നവകേരളം വിജയഗാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ മീഡിയ വൈറൽ താരം ഗുണ്ട ബിനു ശരത് ഉണ്ണിത്താൻ അന്തരിച്ചു. സോഷ്യൽ മീഡിയയിൽ ഗുണ്ട ബിനു എന്ന പേരിൽ സുപരിചിതനായ റീൽസ് താരം ശരത് ഉണ്ണിത്താൻ അന്തരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ വെച്ച് കുഴഞ്ഞു വീണായിരുന്നു അന്ത്യമെന്ന് നടി സ്നേഹ ശ്രീകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നടി സ്നേഹ ശ്രീകുമാർ അടക്കമുള്ള സഹപ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വിയോഗ വാർത്ത പങ്കുവച്ചത്. ഗുണ്ട ബിനു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ റീൽസുകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. മികച്ചൊരു മിമിക്രി കലാകാരൻ കൂടിയാണ് ശരത്. കൊച്ചിൻ, ഗിന്നസ്, തിരുവനന്തപുരം സരിക തുടങ്ങിയ പ്രമുഖ ടീമുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയ കലാകാരൻ അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ആലപ്പുഴ ജില്ലയിലെ കറ്റാനം മൂന്നാംകുറ്റി വത്തിക്കളം സ്വദേശി പ്രിയപ്പെട്ട സ്നേഹിതൻ ശരത് ഉണ്ണിത്താൻ അമേരിക്കയിൽ വെച്ച് മരണപ്പെട്ട വിവരം വേദനയോടെ അറിയിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഗുണ്ട ബിനു എന്ന പേരിൽ ഒരുപാട് വൈറലായി റീൽസുകളും ശരത് ഉണ്ണിത്താൻ ചെയ്തിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു ശരത്. കൊച്ചിൻ, ഗിന്നസ്, തിരുവനന്തപുരം സരിക തുടങ്ങിയ ട്രൂപ്പുകൾ പ്രവർത്തിച്ചു എന്നാണ് ശരത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്ന പോസ്റ്റ്. ശരത് ഉണ്ണിത്താൻ്റെ മരണത്തിൽ ഫെഫ്ക അനുശോചനം അറിയിച്ചു. ആവേശം പകർന്ന് വൃന്ദാക്കാരട്ടും ധീരജിന്റെ അച്ഛനും. മട്ടന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VK സനോജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മട്ടന്നൂർ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരട്ടും രക്തസാക്ഷി ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രനും മകന്റെ ദുഃഖസ്മരണയിൽ കുത്തിക്കുറിച്ച സ്വന്തം കവിതയും അദ്ദേഹം അവതരിപ്പിച്ചു. പൊതുയോഗത്തിൽ C വിജയൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, സ്ഥാനാർത്ഥി VK സനോജ്, P പുരുഷോത്തമൻ, CV ശശീന്ദ്രൻ, MV സരള, M രതീഷ്, A പ്രദീപൻ, KP അനിൽകുമാർ, KP രമേശൻ, D മുനീർ, KM വിജയൻ, സിദ്ദിഖ് മണ്ണൂർ, AK ദിലീപ് കുമാർ, മണാട്ട് കുമാരൻ, അണിയേരി അച്യുതൻ, ഹാഷിം എന്നിവർ സംസാരിച്ചു. NV ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.